നമസ്കാരം. പറഞ്ഞില്ലേ? ക്ഷമിക്കണം, ഞാൻ വൈകിയോ? ഇല്ല സാർ, സമയമാകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, രാമനാഥ് സാർ ഞങ്ങളെ അറിയാം. പ്രസിഡൻസി ക്ലബിലെ ഒരു മീറ്റിംഗിൽ വെച്ച് നമ്മളൊരിക്കൽ കണ്ടിട്ടില്ലേ? ഡോക്ടറിന്റെ ഓർമ്മശക്തി അപാരമാണല്ലോ. അങ്ങോട്ടിരിക്കാം സാർ. വരും. കേട്ടോ ഡോക്ടർ, പോലീസ് ട്രെയിനിങ് കോളേജിൽ എത്രയോ പേരെന്റെ ശിഷ്യന്മാരായിരുന്നിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും വിനോദാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. വിനോദിനും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിചാരം. ഇവന്റെ ഈ മോതിരം മാറ്റ ചടങ്ങിന് ആദ്യം അവൻ ക്ഷണിച്ചത് എന്നെയാണ്. ഡോക്ടറെ, ഡോക്ടറെ, ചതിയ വഞ്ചക, എന്നെ പറ്റി അനാവശ്യം എഴുതിക്കാൻ അതാണ് എന്റെ ഫോട്ടോ എടുത്തതല്ലേ? ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ആരെങ്കിലും ചത്തോ? എന്താ നിങ്ങക്ക് വേണ്ടത്? ആ, ഇത് നമ്മുടെ നാർക്കോട്ടിക് അല്ലേ? കഞ്ചാവ് പിടിക്കാൻ കാട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടില്ലല്ലോ. ഓ, അത് ശരി. താനും ഡോക്ടറും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചത്? ഇവിടെ ഒരു ചടങ്ങ് നടക്കാണ്. ഇവിടേക്ക് നിങ്ങളാരും ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ചെടുത്ത് ഞാൻ പോവുകയില്ല, ക്ഷണിക്കാത്തടത്ത് പോവുകയും ചെയ്യും. ആ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്ക്. അയാളുടെ ഭാവി ഇന്ന് ഞാൻ തീരുമാനിക്കും. ഇറങ്ങണം മിസ്റ്റർ. ഇറങ്ങിയില്ലെങ്കിൽ ഇറക്കി വിടും. എങ്കിലാന്ന് കാണണമല്ലോ. കാണണ്ടോ? ഇറക്കി വിടറോ, ഇറക്കി വിട്. ഇറക്കി വിട്. മോശിച്ചവനെ നീ എന്ത് പണിയാടാ ഒപ്പിച്ചത്? ഏതവനാടാ അത്? അത് ആകെ കൂടെ അലങ്കോലാക്കിയല്ലോ എന്റെ ഈശ്വര. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. മനഃശാസ്ത്ര ഡോക്ടറാണ് പറയുന്നത്, പുറത്തേക്ക് വാ. കേറ് വണ്ടിയിലേ. അങ്ങനെ പെങ്ങളുടെ മോതിരം മാറൽ ഭംഗിയായിട്ടങ്ങ് നടന്നു. ഈ കണിയാന്മാരെ വേണം തല്ലി എല്ലൊടിക്കാൻ. വ്യാഴാഴ്ച 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. ആ മുഹൂർത്തത്തിലാ ഈ ധൂമകേതു വന്നു കയറിയത്. അതൊരു കിഴങ്ങും കണിയാനും പറഞ്ഞില്ല. എന്റെ ജാതകത്തിലാണെങ്കിലോ അടുത്ത 5 കൊല്ലത്തേക്ക് വച്ചടി കയറ്റം. ഇതാണോ കയറ്റം? പിണ്ണാക്ക്. ആ ജാതകവും ജാതകം എഴുതിയവനെയും ചുട്ടുകരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസവും പോയി. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാരണത്തെ എന്റെ ജീവിതത്തിലോട്ട് കെട്ടിയെടുക്കുമായിരുന്നു. എന്തിനാടോ വീട്ടിൽ കയറി വന്ന് ഈ ചടങ്ങ് കലക്കി കളഞ്ഞത്? എടോ, തന്നോടാ ചോദിച്ചത്. ഞാനിതിപ്പോ എവിടെയാ? താനിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുക. ഗാന്ധിജി, നെഹ്റു ഒക്കെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമല്ലേ ഇത്? ഞാൻ എങ്ങനെ ഇതിനകത്തെത്തി? ഡോക്ടറല്ലേ? അല്ല, ഒരു വഴിപോക്കനാ. അല്ല, ഡോക്ടർ തന്നെ. ദ്രോഹി. എന്റെ ഫോട്ടോ എടുത്തത് പത്രത്തിൽ കൊടുക്കാനായിരുന്നല്ലേ? ആരാടോ ഈ അനുപമ ശിവദാസൻ? അവൾ ഇനി എന്നെ പറ്റി എഴുതാനൊന്നും ബാക്കിയില്ല. അതോ താൻ തന്നെ എഴുതിട്ട് വേറെ പേര് വെച്ചാണോ? എനിക്കിപ്പ അറിയണം. തന്നെ പറ്റി ഞാൻ എന്താ എഴുതാൻ? എനിക്ക് വേറെ പണിയില്ലേ? എന്റെ ഫോട്ടോ എങ്ങനെ പത്രക്കാർക്ക് കിട്ടി? അത് ഫിലിം വാഷ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ കൊടുത്തിരുന്നു. അവിടെ നിന്ന് ചോർന്നതാവും. ഏത് സ്റ്റുഡിയോ? എന്റെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന അലിയുടെ കൈവശ ഞാൻ ഫിലിം കൊടുത്തയച്ചത്. എന്നിട്ട് അലി എവിടെ? അലി ഇന്ന് രാവിലെ മരിച്ചുപോയി. ഭാർഗവനോട് കളിക്കരുത്. ഹലോ, ഭാർഗവനാണ് സർ. എന്ത്? മാരിയപ്പന? എപ്പോ? എനിക്കറിയാം സർ, എനിക്കറിയാം സർ. ഇല്ല സർ, ഇപ്പൊ തന്നെ പുറപ്പെടാം സർ. സർ, കണ്ണപ്പാ, ഇത് ഭാർഗവന്റെ നാടാ. സംഗതി ആകെ കുഴപ്പമായിരിക്കുക. ഒട്ടും നേരമില്ല. ഏറിയാ 10 മിനിറ്റ്. അതിനുള്ളിൽ നമ്മുടെ ആളുകളെല്ലാം സ്ഥലത്തെത്തിയിരിക്കണം. എല്ലാവരും എത്തിയോളൂ.
ശിവൻകുട്ടിയും കുഞ്ഞുമോനും തോമാച്ചനും ഒക്കെ എല്ലാരുമായി. എന്നാ കേട്ടോളൂ, സംഗതി ആകെ ഗുരുതരാവസ്ഥയാ. 20 കോടിയോളം വില വരുന്ന നമ്മുടെ കഞ്ചാവ് ചാക്കുകൾ ആ ചെറ്റ മാരിയപ്പനും സംഘവും കടത്തിയിരിക്കുക. പുലിപറ്റപ്പാറ, അനങ്ങാക്കൊല്ലി, ചാമുണ്ടിക്കടവ്, പൂതംകുന്ന് ഈ 4 വഴി കൂടിയായിരിക്കും മാരിയപ്പൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. രക്ഷപ്പെടുന്നതിന് മുമ്പ് മാരിയപ്പനെ പിടിച്ചില്ലെങ്കിൽ ചാമുണ്ടിക്കടവ് ഭാഗത്ത് പോലീസ് ശല്യമുള്ളതുകൊണ്ട് ആ വഴി സാധ്യതയില്ല. പൂതംകുന്നിലെ പുഴയിൽ വെള്ളം കയറിയതുകൊണ്ട് ആ വഴി കൂടിയും രക്ഷപ്പെടില്ല. എങ്കിൽ പിന്നെ മറ്റു 2 സ്ഥലങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഉടനെ നീങ്ങണം. ആവശ്യത്തിനുള്ള ആയുധങ്ങൾ എടുത്തോളൂ. പിന്നെ അവിടെ ചെന്നിട്ട് ബോംബില്ല തോക്കില്ല എന്ന് പറഞ്ഞു കളയരുത്. ഇയാളൊന്നും വന്നേ. എന്റെ കൈയും കാലും കടന്ന് പറിക്കുന്നു. മാരിയപ്പൻ ഞാൻ എങ്ങനെ നേരിടും? അവൻ ചില്ലറക്കാരനല്ല. വേറെയും കുറെ പേരുണ്ടല്ലോ, ഭാർഗവം പോകണ്ട, അവരെ അയച്ചാ പോരെ. ഞാൻ പോകാതെ വല്ല തിരിച്ചറിയും സംഭവിച്ച സമാധാനം പറയേണ്ടവൻ ഞാനാ. ആരോട്? മുകളിലുള്ളവരോട്. അതാരാന്ന് ചോദിച്ചത്? അതാരോടെന്ന് അറിഞ്ഞാലും എന്റെ പ്രശ്നത്തിന് പരിഹാരമാവുമെന്നാണോ? ഭാർഗവന്റെ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം എന്റെ കയ്യിലില്ല. പെട്ടെന്ന് വേണമെന്നില്ല. ഫോറസ്റ്റിൽ എത്തുന്നവരെ ആലോചിക്കാൻ സമയമുണ്ടല്ലോ. അതിന് ഫോറസ്റ്റിലേക്ക് ഞാൻ വരുന്നില്ല. താൻ വരുന്നുണ്ടല്ലോ. വരുന്ന പ്രശ്നമേ ഇല്ല. താൻ വരും, തന്നെ ഞാൻ കൊണ്ടുപോകും. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ വഴിയില്ല. കണപ്പാ കേറ്. ഇവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ട് പോകാം. ഇറങ്ങിക്കോ. കാട്ടിനകത്തോട്ട് കയറിയ പിന്നെ കുടിക്കാനൊന്നും കിട്ടുകയല്ല. ആ, എല്ലാവർക്കും ഒരേ ചായ എടുക്ക്. ജബ്ബാറെ, കടമ്പ, ഡോക്ടർ എവിടെ? പോയി നോക്കണം. കണ്ണപ്പ, ജബ്ബാറിന്റെ ആളിവിടെ ഉണ്ട്. പിടി, പിടിയാണ്. കിട്ടി കിട്ടി, ആളെ കിട്ടി. അയാളെന്തിനാ നമ്മുടെ കൂടെ വരുന്നത്? അയാള് നല്ല ഒരു ഡോക്ടറാ. എനിക്കൊരു ചെറിയ പനിയുണ്ടല്ലോ. പിടിവിട് പിടിവിട്. എന്തിനാ ഓടിയത്? ഞാൻ എന്നും ഓടാറുണ്ടല്ലോ. ഇതിന് പെങ്ങളുടെ മോതിരം മാറലായതുകൊണ്ട് ഓടാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ആവശ്യത്തിന് ഓട്ടം കിട്ടി. ശരി, അപ്പൊ നമുക്ക് പുറപ്പെടാം.